മൂടക്കൊല്ലി ആനക്കുഴി ഭാഗത്തെ ശ്രീനേഷിൻ്റെ ഫാമിലാണ് ഇന്നലെ രാത്രി കടുവയുടെ ആക്രമണമുണ്ടായത്. 20 പന്നിക്കുഞ്ഞുങ്ങളെയാണ് കടുവ കൊന്നത്. 19 എണ്ണത്തിനെ ഫാമിൽ നിന്ന് വലിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. ഒരു പന്നിക്കുഞ്ഞിനെ ഫാമിൽ തന്നെ കൊന്നിട്ടിരിക്കുകയാണ്. ഒരു മാസം മുൻപ് കടുവ ഇറങ്ങി വലിയ രീതിയിൽ ഭീതി വിതച്ച പ്രദേശത്തിനടുത്ത് തന്നെയാണ് ഇന്നലത്തെ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഫാമിൻ്റെ ഉടമ ശ്രീനേഷാണ് ചേരുന്നത്. ഇതെപ്പോഴാണ് കണ്ടത്? ഞാൻ രാവിലെ കൂട് കഴുകാൻ വരുന്ന സമയത്താണ് കാണുന്നത്. കൂട്ട് കയറി കഴിഞ്ഞപ്പോൾ ഒരു പന്നി ചത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടിൽ 35 പന്നികളുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പം പിന്നെ ആ ചത്ത അടക്കം 15 പന്നികളേ ഉള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഈ അരഭിത്തിയെ കൂടി എന്തോ ചവിട്ടി കയറിയ പോലത്തെ പാടൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ തോട്ടത്തിൽ കൂടെ വലിച്ചുകൊണ്ട് പോയതിൻ്റെ പാടുണ്ട്, ഈ മരം വലിച്ച പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇവിടെ വയലിൽ വന്നു കഴിഞ്ഞപ്പോൾ കടുവേൻ്റെ കാൽപ്പാടും കണ്ടു. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെയാണ് സംഭവം. ഇതിപ്പോൾ എത്ര പ്രായമുള്ള പന്നിക്കുഞ്ഞുങ്ങളാണ്? 4 മാസം. വലിയൊരു നഷ്ടം. സാമ്പത്തികമായിട്ട് എത്ര നഷ്ടം കണക്കാക്കും? ഒരു 6 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പന്നിക്ക് ഒരു 20 രൂപ വെച്ചിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആകെ ഇപ്പോൾ നമുക്കൊരു ഏകദേശം 4 ലക്ഷം രൂപേൻ്റെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. ഈ ഫാമിൽ രാത്രി കാവലുണ്ടോ അല്ല നിങ്ങൾ പകലേ വരില്ല? പകൽ വന്നിട്ട് പോകലുള്ളൂ. വൈകുന്നേരം ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. ഭയങ്കര ശല്യമുള്ള സ്ഥലമാണ്. ആനേൻ്റെയും കടുവേൻ്റെയൊക്കെ ശല്യം. കഴിഞ്ഞ രാത്രി തന്നെ ആന വന്നിട്ട് പന്നീൻ്റെ ഭക്ഷണവും ചവിട്ടി കൂട്ടി കളഞ്ഞിട്ടുണ്ട്. കടുവേൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. രണ്ടും ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ട്. ആനക്കൊല്ലിയിൽ വനമേഖലയോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ ഫാം. കഴിഞ്ഞ ദിവസം കാട്ടാനയും ഇറങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായി ഈ വാഗേരി മേഖലയിൽ ഇത്തരത്തിൽ കടുവ ഇറങ്ങുന്നത് ജനങ്ങളെ വലിയ രീതിയിൽ ഭീതിയിലാക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഇവിടെ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജനപ്രതിനിധികളും എത്തിയിട്ടുണ്ട്. എന്തായാലും കൂട് വെക്കുന്ന കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനമുണ്ടാകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്.